കൊട്ടിയൂർ പെരുമയുടെ 19ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. മലബാറിലെ മിക്കവാറും എല്ലാ സ്ഥലങ്ങളും കൊട്ടിയൂർ ക്ഷേത്രവുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ്. കൊട്ടിയൂർ ക്ഷേത്രവുമായി ഏറെ ബന്ധമുള്ള ഒരു മലയോര ഗ്രാമമാണ് കണ്ണൂർ ജില്ലയിലെ മണത്തണ. ജില്ലാ ആസ്ഥാനമായ കണ്ണൂരിൽ നിന്ന് 30 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ പൈതൃക ഗ്രാമം. ശ്രീ നഗരേശ്വരം ക്ഷേത്രം, ചപ്പാരം ശ്രീ ഭഗവതി ക്ഷേത്രം, കരിമ്പനക്കൽ ഗോപുരം, മണത്തണ കാളി ക്ഷേത്രം എന്നീ പ്രമുഖങ്ങളായ ഒട്ടേറെ ആധ്യാത്മിക കേന്ദ്രങ്ങൾ ഇവിടെയുണ്ട്. ഇതിൽ ചപ്പാരം ശ്രീ ഭഗവതി ക്ഷേത്രത്തെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ. കൊട്ടിയൂർ ഉത്സവം തുടങ്ങിയതിനാൽ പുലർച്ചെ മുതൽക്ക് തന്നെ ഈ ക്ഷേത്രത്തിലേക്ക് ഭക്തരുടെ അണമുറിയാത്ത പ്രവാഹമാണ്. ഇതിന് ഒട്ടേറെ കാരണങ്ങളുണ്ട്. സതീദേവിയുടെ സാന്നിധ്യമുള്ള വാൾ ഇവിടെ പൂജിക്കപ്പെടുന്നു എന്നുള്ളതാണ് അതിന് ഒരു കാരണം. നെയ്യമൃതുകാരും ഇളനീർക്കാരും ഇവിടെ സംഘടിച്ച് ഈ ക്ഷേത്രത്തിൽ നിന്നാണ് കൊട്ടിയൂരിലേക്ക് പുറപ്പെടുക. വൈശാഖ മഹോത്സവത്തോടനുബന്ധിച്ച് നെയ്യാട്ടത്തിന് ശേഷം ഭണ്ഡാരം വരവ് എന്ന അതിവിശിഷ്ടമായ ഒരു ചടങ്ങ് നടക്കാറുണ്ട്. ശ്രീ ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിലെ ദേവീ സാന്നിധ്യമുള്ള വാളിനോടൊപ്പം കരിമ്പനക്കൽ ഗോപുരത്തിൽ നിന്നുള്ള സ്വർണം വെള്ളി ഭണ്ഡാരങ്ങളും വിശുദ്ധമായ ഈ ചടങ്ങിൽ കൊട്ടിയൂരിലേക്ക് എഴുന്നള്ളിച്ചു കൊണ്ടുപോകുന്നു. ഞാൻ മണത്തണയിലെത്തുമ്പോൾ സമയം ഏതാണ്ട് സന്ധ്യയോട് അടുത്തിരുന്നു. അരയാൽ ചോട്ടിലെ പാർക്കിങ്ങിൽ വണ്ടി നിർത്തുമ്പോൾ തന്നെ മഴ നാമജപം തുടങ്ങിയിരുന്നു. ഈ ക്ഷേത്രത്തെക്കുറിച്ച് ഒരുപാട് കേട്ടിരുന്നെങ്കിലും ആദ്യമായിട്ടാണ് ഇവിടെ എത്തിച്ചേരുന്നത്. റോഡിൽ നിന്ന് ഉള്ളിലേക്ക് കയറുന്നയിടത്തു തന്നെ നല്ല പ്രൗഢിയുള്ള ഒരു കമാനം കാണാം. ക്ഷേത്രത്തിനുള്ളിലേക്ക് കടക്കുമ്പോൾ തന്നെ വഴിപാട് കൗണ്ടറിന് എതിർവശത്തായി ഒരു ചെരാത് തെളിഞ്ഞു കത്തുന്നത് കാണാം. ഏറെ പരിശുദ്ധമായ ഒരു സ്ഥാനമായിട്ടാണ് ഇത് കണക്കാക്കുന്നത്. തന്നെ ക്ഷണിച്ചില്ലെങ്കിലും പങ്കെടുക്കണമെന്ന അദമ്യമായ ആഗ്രഹത്താൽ യാഗഭൂമിയിലേക്ക് പുറപ്പെട്ട സതീദേവി. പോകും വഴിയിൽ അവർ ഇവിടെ എത്തിച്ചേർന്നു എന്നാണ് വിശ്വസിക്കുന്നത്. താൻ അണിഞ്ഞിരുന്ന ആടയാഭരണങ്ങൾ മാറ്റി യാഗത്തിനനുസൃതമായ വേഷം അവർ ധരിച്ചത് ഇവിടെ നിന്നാണെന്ന് പറയപ്പെടുന്നു. അഴിച്ചുവെച്ച വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒരു അറയിൽ വെച്ച് പൂട്ടിയാണ് അവർ യാഗഭൂമിയിലേക്ക് പുറപ്പെട്ടത്. തിരിച്ചു വരാത്തതിനാൽ അവയെല്ലാം ഇപ്പോഴും അതേ അറയിൽ തന്നെ ഉണ്ട് എന്നാണ് കരുതിപ്പോരുന്നത്. കരിങ്കല്ല് വാതിൽ കൊണ്ട് അടച്ചുഭദ്രമാക്കിയ ഈ സ്ഥാനത്തെ അടച്ചുപൂട്ടിയ വാതിൽ എന്നാണ് അറിയപ്പെടുന്നത്. ക്ഷേത്രത്തിന് വലിയ പ്രാധാന്യം ലഭിക്കുന്നതിന് ഇതും ഒരു കാരണമായി തീരുന്നുണ്ട്. ക്ഷേത്രത്തിലെ സരസ്വതി മണ്ഡപം ദേവിയുടെ വിവിധ ഭാവങ്ങളിലുള്ള ചിത്രപടങ്ങളാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. ലളിതമെങ്കിലും കമനീയമായ ശില്പഭംഗിയാണ് ശ്രീകോവിലിന്. വർണ്ണങ്ങൾക്കും ഛായങ്ങൾക്കും ഏറെ പ്രാധാന്യം നൽകിയിരിക്കുന്നതായി കാണാം. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രവുമായി അടുത്ത ബന്ധം ഉള്ള ഒരു ക്ഷേത്രമാണ് ശ്രീ ചപ്പാരം ഭഗവതി ക്ഷേത്രം. സപ്തമാതൃവരം എന്നറിയപ്പെടുന്ന ശ്രീ ചപ്പാരം ഭഗവതി ക്ഷേത്രം മണത്തണ ഗ്രാമത്തിൻ്റെ തന്നെ ഒരു മഹത്തായിട്ടുള്ള ക്ഷേത്രമാണ്. നിത്യപൂജ നടക്കുന്ന ക്ഷേത്രവും അതേപോലെ തന്നെ ഇവിടെ ആരാധിക്കുന്ന വാള്, ദേവീ സാന്നിധ്യം ഉള്ള ഈ വാളാണ് കൊട്ടിയൂർ ഉത്സവത്തിന് ഇവിടെ നിന്നും കൊണ്ടുപോകുന്നത്. കൊട്ടിയൂർ ഉത്സവം തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ വാൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ തുടങ്ങാറുള്ളൂ. വാളിനെ അവിടെ നിന്ന് വന്ന് എതിരേറ്റ് ഭണ്ണാരത്തിനോടുകൂടി, ഭണ്ണാരം എന്ന് പറയുന്നത് സ്വർണ്ണക്കുടവും വെള്ളിക്കുടവുമാണ്, അതോടുകൂടിയിട്ട് എഴുന്നള്ളിച്ചിട്ട് കൊണ്ടുപോയി അവിടെ സ്ഥാപിച്ച് പിറ്റേ ദിവസം തൊട്ടിട്ട് അതിന് നിത്യപൂജ അവിടെ ക്ഷേത്രത്തിൽ നടത്താറ്. തെക്കോട്ട് മുഖമുള്ള
അപൂർവം ക്ഷേത്രങ്ങളിലൊരു ക്ഷേത്രമാണ് ശ്രീ ചപ്പാരം ഭഗവതി ക്ഷേത്രം. ദേവിയുടെ സാന്നിധ്യം ഈ നാടിന് തന്നെ വളരെ മഹത്തായിട്ടുള്ളൊരു സംഗതിയാണ്. ഈ ഭണ്ഡാരം പിന്നെ പുറപ്പെടുന്നത് കരിമ്പനക്കൽ അല്ലേ ഗോപുരം? അതെ, ഇവിടെ നിന്ന് വാളെടുത്ത് കൊണ്ടുപോയതിന് ശേഷം കരിമ്പനക്കൽ ചാത്തോത്തിൽ ഗോപുരം എന്നാണ് അറിയപ്പെടുന്നത്. കരിമ്പനക്കൽ ഗോപുരത്തിൽ വെച്ചിട്ട് അവിടെയാണ് സ്ട്രോങ് റൂമാണ്. ആ സ്ട്രോങ് റൂമിൽ വെച്ചിട്ടുള്ള സ്വർണ്ണക്കുടവും വെള്ളിക്കുടവും മറ്റുള്ള പാത്രങ്ങളും പൂജാപാത്രങ്ങളും അവിടെ നിന്ന് എടുത്തു കൊടുക്കുന്നതും ഇവിടെയുള്ള ആൾക്കാരാണ്. ഇവരെ അറിയപ്പെടുന്നത് വാളശന്മാരെന്നാണ് അറിയപ്പെടുന്നത്. വാളശന്മാർ. ഈ വാളശന്മാരാണ് അവിടെ ചെന്നിട്ട് ഇതെടുത്തിട്ട് കൊടുക്കുന്നത്. അവരത് എടുത്ത് കൊടുത്തതിന് ശേഷം അത് ഇവിടെ നിന്ന് കൊട്ടിയൂരേക്ക് കാൽനടയായിട്ട് കൊണ്ടുപോവുകയാണ്. ആഘോഷത്തോടു കൂടിയിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടുത്തെ ഉത്സവ ചടങ്ങുകൾ ആരംഭിക്കും. ഇത് വന്നതിന് ശേഷം പിന്നെ സ്ത്രീകൾക്ക് പ്രവേശനമുള്ളൂ എന്നാണ് അല്ലേ? അതെ, ഇതിൻ്റെ തലേ ദിവസമാണ് അവിടെ നെയ്യഭിഷേകം നടക്കുന്നത്. നെയ്യാട്ടം നടന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഈ വാളവടി എത്തുന്നത്. അതിനുശേഷം മാത്രമേ അവിടെ സ്ത്രീകൾക്ക് പ്രവേശനം. അടുത്ത ദിവസം ഒരു ഐതിഹ്യമാണ്. സതീദേവി രക്ഷയാഗത്തിന് പോകുന്ന സമയത്ത് ഇവിടെ വന്ന് അവരുടെ ഉടയാഭരണങ്ങൾ ഇവിടെ അഴിച്ചു വെച്ച് യാഗത്തിനായതുകൊണ്ട് സിമ്പിളായിട്ടുള്ള ഡ്രസ്സിലേക്ക് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ആ ഉടയാഭരണങ്ങൾ അഴിച്ചു വെച്ച സ്ഥലമാണ് ഇതിനെ അടച്ചുകൂട്ടിയ വാതിൽ എന്ന് പറയുന്നത്. കരിങ്കല്ലിൻ്റെ ഒരു വാതിൽ കൊണ്ട് അടച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരു അറയുണ്ട്. അപ്പോൾ ആ അറയിൽ ആഭരണങ്ങൾ വെച്ചിരിക്കുകയാണ്. തിരിച്ചു വരുമ്പോൾ ഇതെടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് പോയത്. അപ്പോൾ അവരവിടെ ജീവിതത്യാഗം ചെയ്തതുകൊണ്ട് തിരിച്ചു വരുന്നില്ല. അത് ഇതിൻ്റെ ഉള്ളിലുണ്ടെന്നുള്ളതാണ് ഒരു സങ്കല്പം. അപ്പോൾ അതിൻ്റെ യഥാർത്ഥത്തിൽ എന്താണെന്നുള്ളത് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരയ്ക്കും ഗുഡ് ബൈ.